friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോമോളിക്യൂൾസ് എന്നുള്ള ചാപ്റ്റർ ആണ്. അത് നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അതിലെ എല്ലാ പോർഷനിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. വേർഡ് ബൈ വേർഡ് NCERT ആണ്. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബയോമോളിക്യൂൾസ് ആയതുകൊണ്ട് നമുക്ക് തന്നെ എത്ര മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. കെമിസ്ട്രിയിൽ 4 മാർക്കും അതുപോലെ ബയോ സെക്ഷനിൽ 1 മാർക്കും, അങ്ങനെ 5 മാർക്ക് നമുക്ക് എന്തുണ്ട് ബയോമോളിക്യൂൾസിലൂടെ നമുക്ക് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. പക്ഷേ ഇതിൽ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിലെ എല്ലാത്തിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഉണ്ടാവില്ല. പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എക്സ്പ്ലനേഷൻ വേണ്ട. നമ്മൾ ബയോളജി ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെയാണ് ഇതിന്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ഒരുപാട് കാര്യങ്ങളൊന്നും അതിൽ എന്ത് ചെയ്യാനില്ല, പറയാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് ബയോമോളിക്യൂൾസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എക്സ്പ്ലനേഷൻ വേണ്ടതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും 100 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച് തീർന്നിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ പ്രത്യേകത. അതിലൂടെ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത്. അപ്പൊ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും വരിക. എന്നാൽ തീരെ സിമ്പിൾ അല്ല, എന്നാൽ കുറച്ചൊരു ഇതായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, ഈ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ബയോമോളിക്യൂൾസിന്റെ ഒരു സെഷനും കൂടെ വേണം എന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെയല്ല കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ളത് വേണമെന്ന് വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത ഒരു സെഷനും കൂടെ കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യാം, ഇടാം. ഓക്കെ, the living system which produce energy in the absence of oxygen are referred to as ഏതാണ് ലിവിങ് സിസ്റ്റം എന്നാണ്. എനർജി ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, എയറോബിക് ആണോ അനഎയറോബിക് ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഏതാണ് അനഎയറോബിക് ആണ്. the living system which produce energy in the absence of oxygen are referred to as anaerobic. Which of the following does not refer to the principal forms of carbohydrate present in our food? ഏതാണ് which of the following does not refer to the principal forms of carbohydrate present in our food? ഏതാണ് കാർബോഹൈഡ്രേറ്റ് അല്ലാതെ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, സെല്ലുലോസ്. ഓക്കെ, the dark reaction of photosynthesis refers to the dark reaction of photosynthesis refers to the synthesis of carbohydrate. synthesis of carbohydrate ആണ് dark reaction of photosynthesis എന്ന് പറയുന്നത്. which of the following linkage hold the monosaccharide unit in disaccharide molecules? which of the following linkage hold the monosaccharide units in disaccharide molecule? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഗ്ലൈക്കോസൈഡ് ലിങ്കേജ്. ഗ്ലൈക്കോസൈഡ് ലിങ്കേജ് ആണ് മോണോസാക്കറൈഡിന്റെയും ഡൈസാക്കറൈഡിന്റെയും ഇടയിലുള്ള ലിങ്കേജ്. പിന്നെ amylose is a polymer of alpha D glucopyranose. alpha D glucopyranose. പിന്നെ അടുത്തതാണ് the total number of carbon atom is in beta D fructofuranose എന്നുള്ളതിലെ ബീറ്റ ഡി ഫ്രക്ടോഫുറനോസ് എന്നുള്ളതിന്റെ കാർബൺ ആറ്റംസ് എത്ര എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് 6. which of the following act as a photosensitizer during photosynthesis? which of the following act as photosensitizer during photosynthesis? ഏതാണ്? ഓപ്ഷൻ സി ആണ്, ക്ലോറോഫിൽ. during aerobic respiration, per molecule of a glucose produces 38 ATP molecule. aerobic ആണ്, സോറി aerobic ആണ്. aerobic respiration per molecule of glucose എത്ര ATP പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് 38 ATP molecules. അടുത്തത് the set of chemical reaction by which the various molecules of the cell are synthesized is called. the set of chemical reaction by which the various molecule of the cell
സെല്ലിലെ വേരിയസ് ആയിട്ടുള്ള ഒരുപാട് മോളിക്യൂൾസിനെ സിന്തസൈസ് ചെയ്യുന്നതിന് പറയുന്ന കെമിക്കൽ റിയാക്ഷന്റെ പേരെന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ എന്താണ്? അനബോളിസം. The energy currency of the cell is ATP. Furanose ring consists of a skeleton of എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു ഫ്യൂറനോസ് ആണിത്. എ ഫ്യൂറനോസ് റിംഗ് കൺസിസ്റ്റ് ഓഫ് എ സ്കെലട്ടൺ ഓഫ് എത്ര കാർബൺ ആറ്റം വരെ വരാം ഒരു ഫ്യൂറനോസിൽ? 4 കാർബൺ ആറ്റവും അതുപോലെ 1 ഓക്സിജൻ ആറ്റവുമാണ്. ഓപ്ഷൻ ഡി ആണ്. 4 കാർബൺ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമാണ്. The disaccharide present in the milk is ഏതാണ്? ലാക്ടോസ് ആണ്. ഓപ്ഷൻ സി ആണ് ലാക്ടോസ്. അടുത്തത് cane sugar is an example of disaccharide. അടുത്തതാണ് ഗ്ലൂക്കോസ് വാട്ടറിൽ എൻസൈം വെച്ചിട്ട് എന്തിനു വരുന്നു? എഥനോള് ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോൾ നമുക്ക് കിട്ടുന്നു, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എനർജി. ദ എബോവ് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? ഫെർമെന്റേഷൻ ആണ് അല്ലെ? എൻസൈം വെച്ചിട്ടുള്ള ഫെർമെന്റേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റിയാക്ഷനിൽ കാണുന്നത്. വാട്ടർ വെച്ച് വരുന്നത് കൊണ്ട് നിങ്ങൾ വേഗം ഹൈഡ്രോളിസിസിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് ഓപ്ഷൻ എ ഹൈഡ്രോളിസിസ് കൊടുത്തത്. പക്ഷെ conservation of glucose into ethyl alcohol in the presence of enzyme എന്ന് പറയുന്നത് എന്താണ്? ഫെർമെന്റേഷൻ ആണ്. ഓർത്തിരിക്കുക, എൻസൈമിന്റെ പ്രസൻസിലാവുമ്പോൾ അതെന്താണ്? ഫെർമെന്റേഷൻ ആണ്. അടുത്തത് which of the following carbohydrate is an essential constituent of a plant cell? പ്ലാന്റ് സെല്ലിന്റെ എസെൻഷ്യൽ കോൺസ്റ്റുവന്റ് ഏതാണ്? സെല്ലുലോസ്. ഓപ്ഷൻ ബി ആണ്. The sweetest sugar among the following is ഓപ്ഷൻ ബി ആണ് ഫ്രക്ടോസ്. സ്വീറ്റസ്റ്റ് ഷുഗർ among the following is ഓപ്ഷൻ ബി ഫ്രക്ടോസ്. കാറ്റബോളിസം refers to കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാറ്റബോളിസം is the breakdown of complex molecules in living organism. ഓർഗാനിസത്തിന്റെ breakdown ആണ്. ഓക്കെ, കോംപ്ലക്സ് മോളിക്യൂൾസിന്റെ breakdown ആണ് എന്ത്? കാറ്റബോളിസം എന്ന് പറയുന്നത്. The abbreviations of ATP represents എന്താണ്? ATPന്റെ abbreviation എന്താണ്? Adenosine triphosphate. ഓപ്ഷൻ ബി. Mark the incorrect statement about ATP. ATP നെ കുറിച്ചിട്ട് ഉള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. നമുക്ക് ഒരു ഓപ്ഷൻ നോക്കാം. It is a nucleotide. അത് കറക്റ്റ് തന്നെയാണ്. ATP എന്ന് പറയുന്നത് it is a nucleotide ആണ്. It contains the purine ആയിട്ട് adenine. It contains the purine adenine. Okay, ശരിയല്ലേ? ശരിയാണ്. Next one ആണ് the enzyme catalyzed hydrolysis of ATP to ADP and AMP is accompanied by absorption of energy. ശരിയാണോ? അല്ല, തെറ്റാണ്. എന്താണ് ഇത്? എന്തിനെയാണ് അക്കമ്പനി ചെയ്യുന്നത്? റിലീസ് ഓഫ് എനർജി ആണ്. അബ്സോർപ്ഷൻ ഓഫ് എനർജി അല്ല, പക്ഷെ എന്താണ്? റിലീസ് ഓഫ് എനർജി ആണ്. ദ എൻസൈം catalyzed hydrolysis of ATP to ADP and AMP is accompanied by release of energy എന്നാണ്. ഓക്കെ, അബ്സോർപ്ഷൻ അല്ല, റിലീസ് ഓഫ് എനർജി ആണ്. Energy is stored in the cell in form of ATP. Energy is stored in the cells in the form of ATP. അതും ശരിയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ സി ആണ്. അബ്സോർപ്ഷൻ അല്ല, റിലീസ് ഓഫ് എനർജി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, gastric juice contain എന്താണ്? gastric ജ്യൂസിൽ എന്തൊക്കെയാണുള്ളത്? സ്ട്രോങ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓപ്ഷൻ എ gastric juice contain strong hydrochloric acid. Saliva helps in the digestion of starch ആണ്. Saliva helps in the digestion of starch. Saliva helps in the digestion of starch. Human digestive system does not hydrolyze. Human digestive system does not hydrolyze cellulose. നമുക്കറിയാവുന്നതാണ് അല്ലേ? പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
if the carbon dioxide concentration in the blood increases, the breathing shall be എന്താണ് increases. ബ്രീത്തിങ് ഇൻക്രീസ് ചെയ്യുന്നു. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ബ്ലഡിൽ കൂടുന്ന സമയത്ത് ബ്രീത്തിങ്ങും ഇൻക്രീസ് ചെയ്യുന്നു. Which of the following does not represent a disaccharide? Disaccharide അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഡെക്സ്ട്രോസ്. ഡെക്സ്ട്രോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, അത് രണ്ടും എന്താണ്? ഡെക്സ്ട്രോസ് അതുപോലെ ഗ്ലൂക്കോസ് ഇത് രണ്ടും എന്താണ്? മോണോസാക്കറൈഡ് ആണ്. ഡെക്സ്ട്രോസ് ഓർ ഗ്ലൂക്കോസ് ഇത് രണ്ടും എന്താണ്? മോണോസാക്കറൈഡ് ആണ്. റാഫിനോസ് ഈസ് എ, റാഫിനോസ് എന്ന് പറയുന്നത് എന്താണ്? റാഫിനോസ് ഈസ് എ മോണോ അല്ല ട്രൈസാക്കറൈഡ് ആണ്. റാഫിനോസ് ഈസ് എ ട്രൈസാക്കറൈഡ് ആണ്. റാഫിനോസിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് ഓർത്തിരിക്കുക, C18. ട്രൈസാക്കറൈഡ് ആകുമ്പോൾ C18 ആണ് വരിക. H32 അതുപോലെ O16. റാഫിനോസ് ഈസ് C18 H32 O16. Mutarotation does not occur in അത് പെട്ടെന്ന് ഇത് രണ്ടായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സാധാരണയായിട്ട് രണ്ടായിട്ടാണ് എഴുതുക, പക്ഷെ ഒരുമിച്ച് എഴുതിയത് കൊണ്ടാണ് ആ ഒരു വായനയിൽ വന്ന മിസ്റ്റേക്ക് വന്നത്. മ്യൂട്ടാറൊട്ടേഷൻ ഡസ് നോട്ട് ഒക്കർ ഇൻ ഏതിലാണ്? ഓക്കെ, ഓപ്ഷൻ എ സൂക്രോസിലാണ്. അതെന്തുകൊണ്ടാണ്? ഹെമി അസറ്റൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, സൂക്രോസിൽ ഒരു ഹെമി അസറ്റൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ എന്തില്ല? മ്യൂട്ടാറൊട്ടേഷൻ ഒക്കർ ചെയ്യുന്നില്ല. സൂക്രോസിൽ ഒരു ഹെമി അസറ്റൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കില്ല? ഒരു മ്യൂട്ടാറൊട്ടേഷൻ സംഭവിക്കില്ല. ഇനി അടുത്തതാണ് ഗ്ലൂക്കോസ് റിയാക്ട്സ് വിത്ത് ഈഥൈൽ ക്ലോറൈഡ് ടു ഫോം എന്ത്? പെന്റാ അസറ്റൈറ്റ് ആണ്. ഓർത്തിരിക്കുക, ഗ്ലൂക്കോസ് അസറ്റൈൽ ക്ലോറൈഡുമായിട്ട് പിന്നെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നത് എന്താണ്? പെന്റാ അസറ്റൈറ്റ് ആണ്. പിന്നെ which of the following reagent can distinguish between glucose and fructose? ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും നമുക്ക് ഏത് റിയേജന്റ് വെച്ചിട്ട് ഡിസ്റ്റിങ്ഷ് ചെയ്യാം? അതിന് ഒന്നാമതാണ് ബ്രോമിൻ ആണ്. ബ്രോമിൻ വാട്ടർ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും നമുക്ക് പിന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോമിൻ വാട്ടർ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോമിക് ആസിഡ് ആയിട്ട് മാറ്റുന്നു. ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോമിക് ആസിഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രോമിൻ വാട്ടർ മാറ്റുന്നുണ്ട്. പക്ഷെ ഫ്രക്ടോസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്സിഡൈസ് പിന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഫ്രക്ടോസിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. ഫ്രക്ടോസിൽ ഒരു കീറ്റോ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ആ ബ്രോമിൻ വാട്ടറിന് ഫ്രക്ടോസിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഗ്ലൂക്കോസിനെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോമിക് ആസിഡ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ബ്രോമിൻ അക്വസ് എന്ന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ബ്രോമിൻ വാട്ടർ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആർ, ഗ്ലൂക്കോസും ഗാലക്ടോസും എന്തൊക്കെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത്? എപ്പിമേഴ്സ് ആണ്. എന്താണ്? ഗ്ലൂക്കോസും ഗാലക്ടോസും എന്താണ്? എപ്പിമേഴ്സ് ആണ്. എപ്പിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എപ്പിമേഴ്സ് എന്ന് പറയുന്നത്? ഗ്ലൂക്കോസും ഗാലക്ടോസും അതിന്റെ C4 കാർബണിന്റെ പൊസിഷനിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഗ്ലൂക്കോസും ഗാലക്ടോസും അതിലെ C4 എന്ന് പറയുന്ന പിന്നെ C4ന്റെ പൊസിഷനിലാണ് വ്യത്യാസം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെയാണ് നമ്മൾ പറയുന്നത് C4 എപ്പിമേഴ്സ്. C4 എന്ന് പറയുന്ന കാർബൺ ആറ്റത്തിന്റെ പൊസിഷനിൽ വ്യത്യാസമുള്ളത് കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? C4 എപ്പിമേഴ്സ് എന്നാണ് മെയിൻ ആയിട്ട് പറയുക. അടുത്തത് the reagent which forms crystalline oxazone derivative when react with glucose. ഏതിലാണ്? ഗ്ലൂക്കോസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ക്രിസ്റ്റലൈൻ ഓക്സാസോൺ ഡെറിവേറ്റീവ് അത് ഏത് റിയേജന്റുമായിട്ടാണ് ഇതാക്കുമ്പോഴാണ്? ക്രിസ്റ്റലൈൻ ഓക്സാസോൺ ഡെറിവേറ്റീവ് റിയാക്ട് വിത്ത് ഗ്ലൂക്കോസ് ആവുമ്പം ഏതാണ് റിയാജന്റ്?
ഫീനൈൽ ഹൈഡ്രസൈൻ. ഓർത്തിരിക്കുക, ഫീനൈൽ ഹൈഡ്രസൈൻ. Phenyl hydrazine. Which of the following is a disaccharide? Disaccharide ന് example ഏതാണ്? Option A ആണ് lactose. Lactose ആണ് disaccharide ന് example. Lactose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മിൽക്ക് ഷുഗർ ആണ്. and is composed of ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടി ചേർന്നതാണ് ലാക്ടോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസും കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത്? ലാക്ടോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു disaccharide ആണ്. On hydrolysis of sucrose we finally get hydrolysis of sucrose നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഓപ്ഷൻ സി ആണ് ആൻസർ. ബോത്ത് ആണ്. ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് നമുക്കറിയാം. സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C6H12O11 ആയിട്ട് H22O11 C12 സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. സൂക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? C12H22O11 ആണ്. അപ്പൊ ഇതിലേക്ക് ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? H2O ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ മേലെ H+ വരും. അങ്ങനെ ആകുമ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടും? C6H12O6 രണ്ടെണ്ണം ആയിട്ടാണ് കിട്ടുക. ഒന്ന് ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഒന്ന് ഗ്ലൂക്കോസും കിട്ടും, ഒന്ന് ഫ്രക്ടോസും കിട്ടും. അതാണ് എന്ത്? രണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ. The amino acid are the end product of the digestion of. Amino acid as the end product of the digestion of protein. Helix structure of protein refer to their എന്താണ്? ഹെലിക്സ് സ്ട്രക്ചർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് സെക്കൻഡറി സ്ട്രക്ചർ. ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ refers to their secondary structure. The pH of human blood is എന്താണ്? approximately 7.3 ആണ്. pH of human blood is approximately 7.3. The principal buffer present in blood is ഏതാണ്? ബഫർ ഏതാണ്? നമ്മുടെ ബ്ലഡിലുള്ള ബഫർ ഏതാണ്? H2CO3 bar HCO3 minus ആണ്. ബഫർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. H2CO3 bar H2CO3 minus ആണ്. From chemical consideration, the digestion is basically from chemical consideration, the digestion is basically ഏതാണ്? ഒരു ഹൈഡ്രോളിസിസ് ആണ്. ഹൈഡ്രോളിസിസ് ആണ്. ബ്രേക്ക് ഡൗൺ ഇങ്ങനെ ചെറുതായിട്ട് ഇതാണ് ഹൈഡ്രോളിസിസ് ആണ്. അമിനോ ആസിഡ്സ് ആർ ലീസ്റ്റ് സൊല്യൂബിൾ അറ്റ് pH. ഏത് pHയിലാണ് അമിനോ ആസിഡ് ലീസ്റ്റ് സൊല്യൂബിൾ ആയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. സി ആണ്. at their isoelectric പോയിന്റിലാണ്. isoelectric പോയിന്റിലാണ് അത് ഏറ്റവും ലീസ്റ്റ് സൊല്യൂബിൾ ആയിരിക്കുന്നത്. isoelectric പോയിന്റിൽ അമിനോ ആസിഡ് ലീസ്റ്റ് സൊല്യൂബിൾ ആണ്. Next, the end product of protein digestion is. Protein digestion ന്റെ end product ഏതാണ്? alpha amino acid ആണ്. alpha amino acids are the end product of hydrolysis of protein. Option D ആണ്. Protein are denatured in the എവിടെ നിന്നാണ്? പ്രോട്ടീൻ ആർ denatured in stomach ആണ്. എന്താണ്? അവിടെ ഒരു ഹൈലി അസിഡിക് മീഡിയം ആണ് ഉള്ളത്. സ്റ്റൊമക്കിൽ ഒരു ഹൈലി അസിഡിക് മീഡിയം ആണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ എവിടെ വെച്ചിട്ടാണ് ഡീനാച്ചുവേർഡ് ചെയ്യുന്നത്? സ്റ്റൊമക്കിലാണ്. പ്രോട്ടീൻ ആർ denatured in the stomach due to highly acidic medium. The non-protein component of enzyme which is necessary for its biological activity is called. The non-protein component in enzyme which is necessary for the biological activity. ബയോളജിക്കൽ ആക്ടിവിറ്റിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു നോൺ പ്രോട്ടീൻ കമ്പോണന്റ് ആയിട്ടുള്ള എൻസൈം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കോഎൻസൈം. അടുത്തത് the coenzymes are derived from. coenzyme എവിടെ വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? vitamins. The coenzymes are derived from vitamins.
Mark the wrong statement about enzymes. Enzymes നെ കുറിച്ചുള്ള wrong statement ഏതാണ് എന്നുള്ളതാണ് ഓർത്തിരിക്കുക. മേലെ തന്നെ എഴുതി വെക്കുക. Enzymes നെ കുറിച്ച് wrong. Enzymes are biological catalysts. Each enzymes can catalyze a number of similar reactions. Enzymes are very efficient catalysts. Enzymes are needed only in very small amount for their action. എന്താണ് ഇതിൽ ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. നമ്പർ ഓഫ് സിമിലർ റിയാക്ഷൻ ആണ്. ഇത് ഓരോന്നും ഹൈലി എൻസൈംസ് എന്താണ് ഹൈലി സ്പെസിഫിക് കാറ്റലിസ്റ്റ് ആണ്. എൻസൈംസ് എന്ന് പറയുന്നത് ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എൻസൈംസ് എന്തായിരിക്കും ഓരോന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും നടക്കുക എന്നുള്ളത്. ഓക്കെ, അടുത്തത് 45. The enzyme which hydrolyzes sucrose to a mixture of glucose and fructose is called. The enzyme which hydrolyzes sucrose to a mixture of glucose and fructose. The enzyme which hydrolyzes sucrose to a mixture of glucose and fructose is called ഏതാണ് invertase. സൂക്രോസിനെയും ഫ്രക്ടോസിനെയും ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈംസ് ഏതാണ്? സോറി, സൂക്രോസിനെ എന്ത് ചെയ്യുന്നു ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? ഇൻവേർട്ടേസ് ആണ്. ഓപ്ഷൻ എ ആണ്. The disease albinism is caused by the deficiency of ഏതാണ് ആൽബിനിസം എന്ന് പറയുന്നത് എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ആൽബിനിസം ഉണ്ടാവുന്നത്? ടൈറോസിനേറ്റ് ആണ്. ടൈറോസിനേസിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ആൽബിനിസം ഉണ്ടാകുന്നത്. ടൈറോസിനേസിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് ആൽബിനിസം ഉണ്ടാകുന്നത്. In aqueous solution amino acid mostly exist as എന്താണ് aqueous solutionൽ amino acids mostly exists as ഒരു zwitter ion ഫോമിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്താണ് zwitter ion ഫോം എന്ന് പറയുന്നത്? NH3+ എന്താണ് zwitter ion ഫോം എന്ന് പറയുന്നത്? NH3+ ഉണ്ടാവും, പിന്നെ CHന്റെ ഒരു ഭാഗം നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ മറ്റേ ഭാഗം COO മൈനസ് ഗ്രൂപ്പ് ഉണ്ടാവും. അതാണ് zwitter ion ഫോം. zwitter ion ഫോമിലാണ് എന്ത് ചെയ്യുന്നത് അമിനോ ആസിഡ് മോസ്റ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേതാണ്? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In glycine the basic group is glycineലെ basic group ഏതാണ്? COO മൈനസ് ആണ്. At the isoelectric point amino acids are present in ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇലക്ട്രിക്കിൽ അമിനോ ആസിഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു zwitter ion ഫോമാറ്റിലാണ്. അങ്ങനെയാകുമ്പോൾ zwitter ion ഇതിൽ ഏതാണ്? NH3+, CHR, COO മൈനസ് ആണ്. Which of the following is a fibrous protein? ഫൈബ്രസ് പ്രോട്ടീൻ ആയിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, കെരാറ്റിൻ. fibrous protein ആണ് keratin. Which of the following is a globular protein? Globular protein ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മയോഗ്ലോബിൻ. globular protein ആരാണ്? മയോഗ്ലോബിൻ ആണ്. അതുപോലെ fibrous protein ആരാണ്? keratin ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചീസ് ഏതാണ്? ചീസ് ഈസ് എന്താണ്? ഡീനാച്ചുവേർഡ് പ്രോട്ടീൻ ആണ്. ഓപ്ഷൻ സി ആണ്, ഡീനാച്ചുവേർഡ് പ്രോട്ടീൻ ആണ് ചീസ് എന്ന് പറയുന്നത്. The sequence in which amino acids are linked to one another in a protein molecule is called ഏതാണ്? ഒരു അമിനോ ആസിഡ് ഒരു വൺ അനദർ ആയിട്ട് പിന്നെ ലിങ്ക് ചെയ്തിരിക്കുന്നതിനെ എന്താണ് നമ്മൾ പറയുന്നത്? ആ ഒരു മോളിക്യൂളിനെ നമ്മൾ പറയുന്നത് ഏത് സ്ട്രക്ചർ എന്നാണ്? ഏതാണ്? പ്രൈമറി സ്ട്രക്ചർ ആണ്. മാർക്ക് ദ റോങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനെ കുറിച്ചുള്ള ഏതാണ് തെറ്റായത് എന്നുള്ളതാണ്. The primary structure of the protein does not change. ശരിയാണ്, the primary structure of the protein does not change. അത് ശരിയാണ്. Globular proteins are converted into fibrous protein. ശരിയല്ലേ? ശരിയാണ്. Globular proteins are converted into fibrous protein തന്നെയാണ്. Fibrous proteins are converted into globular protein ആണോ? അല്ല. എന്താണ്? globulase പ്രോട്ടീനിലായിട്ടാണ് ഫൈബ്രസ് പ്രോട്ടീനെ കൺവേർട്ട് ചെയ്യുന്നത്. ഫൈബ്രസ് പ്രോട്ടീൻസ് ആർ കൺവേർട്ടഡ് ഇൻറ്റു
എന്താണ് ഗ്ലോബുലസ് പ്രോട്ടീൻ ആണ്. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതേതാണ് ഫൈബ്രസ് പ്രോട്ടീന് കൺവേർട്ട് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഗ്ലോബുലസ് പ്രോട്ടീൻ ആണ്. അടുത്തത് ദ ബയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് ദി പ്രോട്ടീൻ ചേഞ്ചസ്, അതും ശരിയാണ്. അടുത്തത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഈസ് പ്രസന്റ് ഇൻ, എന്തിലാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കുന്നത്? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഈസ് പ്രസന്റ് ഇൻ കോൺജുഗേറ്റഡ് പ്രോട്ടീൻ ആണ്. കോൺജുഗേറ്റഡ് പ്രോട്ടീനിലാണ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ളത്. ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ഗ്ലൈക്കോ പ്രോട്ടീൻ, ഗ്ലൈക്കോ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ദ ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻ ഈസ് ടു ആക്ട് ആസ്, ദ ഫംഗ്ഷൻ ഓഫ് പ്രോട്ടീൻസ് ഈസ് ടു ആക്ട് ആസ്, ഓപ്ഷൻ ഡി ഏതാണ്? ഓൾ ഓഫ് ദി ട്രീ ആണ്. എന്തൊക്കെയാണ് പ്രോട്ടീന്റെ ഫങ്ഷൻസ്? സ്ട്രക്ചറൽ മെറ്റീരിയൽസ്, ആനിമൽ ടിഷ്യൂസ്, എൻസൈംസ് ആൻഡ് ആന്റിബോഡീസ്, മെറ്റബോളിക് റെഗുലേറ്റേഴ്സ്. ഇതൊക്കെ എന്താണ്? പ്രോട്ടീന്റെ ഫങ്ഷൻസ് തന്നെയാണ്. Next question, the metal associated with the hemoglobin is, the metal associated with the hemoglobin is ഏതാണ്? അയൺ ആണ്. അടുത്തത് all the essential amino acid except asparagine, asparagine ആണ് അമിനോ ആസിഡ് അല്ലാത്തത്. എസെൻഷ്യൽ അമിനോ ആസിഡ് അല്ലാത്തത് ഏതാണ്? asparagine ആണ്. ഫീനൈൽ അലാനിനും അതുപോലെ ട്രിപ്റ്റോഫാന്, വാലൈന് എല്ലാം എന്താണ്? നമ്മുടെ ഒരു ഏതാണ്? എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. ഫീനൈൽ അനാലിനും ട്രിപ്റ്റോഫാനും അതുപോലെ വാലൈനും എല്ലാം essential amino acid ആണ്. The acid showing salt like character in aqueous solution, aqueous solution ലെ salt like characters വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സിറ്റർ അയോൺ ഫോമാറ്റിലുള്ള ആൽഫ അമിനോ അസെറ്റിക് ആസിഡ് ആണ്. ആൽഫ അമിനോ അസെറ്റിക് ആസിഡ് ആണ്. which of the following is an example of zitter ion? zitter ion വരുന്ന ഒരു എക്സാമ്പിൾ ഏതാണ്? സിറ്റർ അയോണിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഓപ്ഷൻ ഡി, എൽ അലാനിൻ, എൽ അനാനിൻ. ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, hydrolysis of protein in the presence of enzymes produce, hydrolysis of proteins in the presence of enzymes produce ഏതാണ്? ഓപ്ഷൻ സി അമിനോ ആസിഡ്. ഓപ്ഷൻ സി പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് എന്നുള്ള നമുക്ക് നന്നായിട്ട് അറിയാം. ഹൈഡ്രോളിസിസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈംസ് പ്രൊഡ്യൂസ്, ഓപ്ഷൻ സി അമിനോ ആസിഡ്. ദ നമ്പർ ഓഫ് tripeptides formed by 3 different amino acids are. അപ്പോൾ ഇതില് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് നല്ലൊരു ഡീപ്പ് ആയിരുന്നു. the number of tripeptides formed by 3 different amino acids, 3 ഡിഫറെന്റ് അമിനോ ആസിഡ്സ് വെച്ചിട്ട് എത്ര ട്രൈപെപ്റ്റൈഡ്സിനെ നമുക്ക് ഫോം ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എത്ര എണ്ണം പറ്റും? 3 എണ്ണം വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഫോം ചെയ്യാൻ കഴിയുന്നത് 6 എണ്ണമാണ്. ഓക്കെ, 3 എണ്ണം വെച്ചിട്ടാകുമ്പോൾ 6 എണ്ണമാണ് നമുക്ക് ഡബിൾ ആയിട്ടുള്ള ട്രൈപെപ്റ്റൈഡ്സിനെ നമുക്ക് ഫോം ചെയ്യാൻ കഴിയും. അപ്പൊ അത് നമുക്കൊരു ഇതായിട്ട് നമുക്ക് എടുക്കാം. ഒരു എക്സാമ്പിള്, ഒന്ന് നമുക്ക് 3 അമിനോ ആസിഡ്സിനെ എടുക്കാണ്. ഒന്ന് ഗ്ലൈസിൻ എടുക്കുന്നു, അലാനിൻ എടുക്കുന്നു, അതുപോലെ ഫീനൈൽ അനാലിൻ എടുക്കുന്നു. ഫീനൈൽ അലാനിനും അതുപോലെ ഗ്ലൈസിനും അലാനിനും എടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? അലാനിൻ എടുക്കാം, അലാനിൻ ഗ്ലൈസിൻ എന്നുള്ള ഒരു ട്രൈപെപ്റ്റൈഡ് ഫോം ചെയ്യാം. അലാനിൻ ഗ്ലൈസിൻ ഫോം ചെയ്യാം. പിന്നെ നമുക്ക് ഫോം ചെയ്യാം ഗ്ലൈസിൻ അനാനിൻ ഫീനൈൽ അനാലിനും ഫോം ചെയ്യാം. പിന്നെ ഫീനൈൽ അലാനിനും ഗ്ലൈസിനും ഫോം ചെയ്യാം. പിന്നെ അലാനിനും ഫീനൈൽ അലാനിനും ഗ്ലൈസിനുമായിട്ടുള്ള വേറൊന്ന് ഫോം ചെയ്യാം. അതുപോലെ ഗ്ലൈസിനും ഫീനൈൽ അലാനിനും അതുപോലെ അലാനിനും ഫോം ചെയ്യാം. അതുപോലെ ഫീനൈൽ അലാനിനും ഗ്ലൈസിനും അലാനിനും ഫോം ചെയ്യാം. അങ്ങനെ 6 വെറൈറ്റീസ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യാം. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എടുത്തിരിക്കുന്നത് അലാനിനും ഗ്ലൈസിനും ഫീനൈൽ അലാനിനുമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോം ചെയ്യാൻ കഴിയുന്നതാണ് അലാനിനും ഗ്ലൈസിനും ഫീനൈൽ അലാനിനും കൂടെയുള്ള ഒരു ട്രൈപെപ്റ്റൈഡ് 1.
രണ്ടാമത്തത് ഗ്ലൈസിനും അലാനിനും ഫീനൈൽ അലാനിനും കൂടെയുള്ള രണ്ടാമത്തത്. മൂന്നാമത്തത് ഫീലൈൻ അലാനിനും അലാനിനും ഗ്ലൈസിനും ഉള്ളത് മൂന്നാമത്തത്. അലാനിനും ഫീനൈൽ അലാനിനും ഗ്ലൈസിനും ഉള്ളത് നാലാമത്തത്. ഗ്ലൈസിനും ഫീലൈൻ അലാനിനും അലാനിനും ഉള്ളത് അഞ്ചാമത്തത്. ഫീനൈൽ അലാനിനും ഗ്ലൈസിനും അലാനിനും ഉള്ളത് ആറാമത്തത്. അങ്ങനെ 6 ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഉള്ളതാണ് 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോഫാക്ടേഴ്സ് or non-proteinic prosthetic groups. Cofactors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രോട്ടീനിക് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സിനെയാണ് cofactors എന്ന് used to bond conjugate proteins are. ഏത് ടൈപ്പ് കോൺജുഗേറ്റ് പ്രോട്ടീൻസിനാണ് നമ്മൾ ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? ഏതാണ്? അങ്ങനെ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ അയൺ പിഗ്മെന്റ്സ്, ഫോസ്ഫോറിക് ആസിഡ്, ഇത് 3 തരത്തിലുള്ളതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ ബോണ്ട് ഫോം കോൺജുഗേറ്റ് പ്രോട്ടീൻസ് ആയിട്ട് യൂസ് ടു ബോണ്ട് കോൺജുഗേറ്റ് പ്രോട്ടീൻസിനായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? കോഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നു. കാർബോഹൈഡ്രേറ്റ്, അയൺ പിഗ്മെന്റ്, അതുപോലെ ഫോസ്ഫോറിക് ആസിഡ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൽഫ അമിനോ ആസിഡ്? ആൽഫ അമിനോ ആസിഡ് അല്ലാത്തത് ഏതാണ്? 65 ഏതാണ്? ഇതില് ബെൻസിഡൈൻ ആണ്. ഓക്കെ, ബെൻസിഡൈൻ ആണ് ആൽഫ അമിനോ ആസിഡ് അല്ലാത്തത്. നെക്സ്റ്റ്, വിച്ച് ബേസ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ന്യൂക്ലിക് ആസിഡ്? ന്യൂക്ലിക് ആസിഡിൽ പ്രസന്റ് അല്ലാത്ത ബേസ് ഏതാണ്? 66ാമത്തത് ഓപ്ഷൻ ഡി ഗ്വാനിഡിൻ. നോട്ട് പ്രസന്റ് ഇൻ ന്യൂക്ലിക് ആസിഡ് ഏതാണ്? ഗ്വാനിഡിൻ. ദ ബേസ് യൂണിറ്റ് ദാറ്റ് ഈസ് ആബ്സെന്റ് ഇൻ DNA. DNAയിൽ ആബ്സെന്റ് ആയിരിക്കുന്നത് ഏതാണ്? യുറാസിൽ. Of the sequence of bases in one strand of DNA is ATGA, CTGTC. Then the sequence of bases in its complementary strand. Complementary strandil ഏതാണ് വരിക? എക്ക് പകരം നമുക്ക് എന്ത് വരാൻ? T ആണ്. ടിക്ക് പകരം A ആണ്. ആ രണ്ടെണ്ണം കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ കിട്ടും A ആണ് എന്നുള്ളത്. എക്ക് പകരം T, ടിക്ക് പകരം A, ജിക്ക് പകരം C, എക്ക് പകരം T ആണ്, പിന്നെ സിക്ക് പകരം G, ടിക്ക് പകരം A, ജിക്ക് പകരം C, ടിക്ക് പകരം A, സിക്ക് പകരം G. ഓപ്ഷൻ A ആണ്. The RNAs which takes part in the synthesis of proteins. Synthesis of proteins നെ പറ്റുന്ന RNA-കൾ ഏതൊക്കെയാണ്? mRNA, rRNA, tRNA. ഏതൊക്കെയാണ്? ഒക്കത്തിനും എന്തുണ്ട് അല്ലേ? mRNA-ന്റെ സിന്തസിസ് ഓഫ് പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് mRNA, rRNA, tRNA. D all of the above ആണ്. Next, which of the following is not present in RNA? Which of the following is not present in the RNA is ഏതാണ്? thiamine. Which out of the following is a cell word having the smallest molecule? Smallest molecule ആയിട്ട് വരുന്നത് ഏതാണ്? tRNA. ഓപ്ഷൻ D ആണ്. അതുപോലെ in nucleotide of a nucleic acid the sequence is nucleotide of a nucleic acid the sequence is option C ഏതാണ്? base sugar phosphate ആണ്. ഏതാണ്? base sugar phosphate ആയിട്ടുള്ള base sequence ആണ് വരിക. പിന്നെ mutation in DNA occurs due to change in the sequence of mutation വരുന്നത് ഓപ്ഷൻ B ആണ്. nitrogenous baseൽ വരുന്ന പിന്നെ changes ലെ mutation ചേഞ്ചസ് ആണ് നമ്മൾ പറയുന്നത് മ്യൂട്ടേഷൻ ഇൻ DNA വരുന്നത്. നൈട്രജൻ ബേസിലെ ചേഞ്ചസ് ആണ് മ്യൂട്ടേഷൻ ഇൻ DNA. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബേസ് ഷുഗർ ഫോസ്ഫേറ്റ് യൂണിറ്റ് ഇൻ ന്യൂക്ലിക് ആസിഡ് ഈസ് നോൺ ആസ്? എ ബേസ് ഷുഗർ ഫോസ്ഫേറ്റ് യൂണിറ്റ് ഇൻ ന്യൂക്ലിക് ആസിഡ് ഈസ് നോൺ ആസ്? ഓപ്ഷൻ ഡി ന്യൂക്ലിയോടൈഡ്. എ ബേസ് ഷുഗർ ഫോസ്ഫേറ്റ് യൂണിറ്റ് ഇൻ ന്യൂക്ലിക് ആസിഡ് ഈസ് ന്യൂക്ലിയോടൈഡ് ആണ്. അടുത്ത, which of the following would phase cytosine of DNA strand during transcription of mRNA? Which of the following would phase cytosine of DNA strand during transcription of mRNA? mRNA ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റോസൈന് ഇതായിട്ട് വരുന്ന യൂണിറ്റ് ഏതാണ് എന്നുള്ളതാണ്. DNA സ്ട്രാൻഡിൽ ഏതാണ്? 75 B ആണ്. നമുക്ക് അല്ലെങ്കിൽ അറിയാം cytosine DNA strand during transcription of mRNA ഏതാണ്?
uracil. Lecithin is an example of phospholipid. Okay, next question. The chemical substance which act as emulsifiers ആയിട്ട് പറയുന്നത് ഏതാണ്? Bile acid ആണ്. The chemical substance which act as emulsifier is option C ആണ്, bile acids ആണ്. Next question. Insulin is secreted by ഏതാണ്? Pancreas. Insulin is secreted by pancreas. The disease beriberi is caused due to the deficiency of vitamin. Beriberi cause ചെയ്യുന്നത് എങ്ങനെയാണ്? Deficiency of option vitamin B1. Beriberi vitamin B1. Which of the following vitamin is found in fish liver oil? Fish liver oil അടങ്ങിയിരിക്കുന്നത് ഏതാണ്? vitamin D ആണ്. Okay, D ആണ്. Deficiency of vitamin A is caused night blindness. Vitamin D is also known as ഏതാണ്? Thiamine. Sorry, vitamin D is also known as option C ആണ്, ergo calciferol. Sorry, ഞാൻ പറഞ്ഞപ്പോൾ മാറിയ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ട് വീണ്ടും ഒന്നും കൂടെ നോക്കിയതാണ്. vitamin D is also called ergo calciferol. ergo calciferol എന്ന് പറയുന്നത് ഏതാണ്? vitamin D ആണ്. അടുത്തത് cyanocobalamin എന്ന് പറയുന്നത് ഏതാണ്? vitamin B12 ആണ്. ഓപ്ഷൻ ബി ആണ്. vitamin B2 എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, അതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാണ്. vitamin B12 ആണ് cyanocobalamin. Which of the following act as storehouse of energy in the body? Storehouse of energy in the body ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഫാറ്റ് ആണ്. Thyroxine is a hormone which ഏതാണ്? Thyroxine is a hormone which is secreted by thyroid gland. Thyroid gland secrete ചെയ്യുന്ന ഹോർമോൺ ആണ് thyroxine. അടുത്തത് which disease is caused by iodine deficiency? Iodine deficiency മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? Option A, goiter. Which disease is caused by iodine deficiency is goiter. Hyperglycemia pertains to ഏതാണ്? hyperglycemia ഏതാണ്? ഓപ്ഷൻ എ, ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ ആണ്. hyperglycemia എന്ന് പറയുന്നത് high blood sugar level ആണ്. Which of the following vitamin is synthesized by sun ray in body? Sun rays in the body. Which of the following vitamin is synthesized by the sun rays in the body? ഏതാണ്? ഓപ്ഷൻ സി ആണ്, vitamin D. Next question. Which of the following is a vitamin? Vitamin ഇതിലെ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, riboflavin. Vitamin B6 is known as option A, pyridoxine. Which of the following is a vitamin? Vitamin ഇതിലെ ഏതാണ്? ഓപ്ഷൻ സി, riboflavin ആണ്. Which of the following hormone is a sex hormone? Sex hormone ആയിട്ടുള്ളത് ഏതാണ്? testosterone ആണ്. Waxes are long chain compounds of ഏതാണ്? esters ആണ്. esters എങ്ങനെയാണ് വരിക? RCOOR അപ്പൊ ഈ ആറും ആർ ഡാഷും എന്താണ്? ലാർജ് ആൽക്കൈൽ ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ പറയുന്നത്. ആറും ആർ ഡാഷും എന്ന് പറയുന്നത്. esters എങ്ങനെയാണ് ഉണ്ടാവുക? RCOOR ആർ ഡാഷ് ആണ് വരിക കേട്ടോ. The deficiency of vitamin C causes ഏതാണ്? scurvy ആണ്. deficiency of vitamin C causes scurvy. Saponification of coconut oil yield glycerol and ഏതാണ്? നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? sodium palmitate ആണ്. saponification of coconut oil yield glycerol and sodium palmitate.
അതെങ്ങനെയാണ്? കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? ഗ്ലിസറോൾ ട്രൈപാൽനിറ്റേറ്റ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഗ്ലിസറോൾ ട്രൈപാൽനിറ്റേറ്റ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ കൂടുതലായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഗ്ലിസറോൾ ട്രൈപാൽമിറ്റേറ്റിനെ നമ്മൾ സോഡിയം പാൽമിറ്റേറ്റിലേക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അതിനെ വാട്ടർ ഹൈഡ്രോളൈസ് ചെയ്തു വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട്. അതാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോളൈസ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഗ്ലിസറൈൽ ട്രൈപാൽനിറ്റേറ്റ് എന്ത് ചെയ്യുന്നു? സോഡിയം പാൽമിറ്റേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 96. ascorbic acid is the chemical name of ascorbic acid is the chemical name of ഏതാണ്? വൈറ്റമിൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ഈസ് എന്താണ്? ആന്റിബോഡി ആണ്, എൻസൈം ആണ്, ഹോർമോണോ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്സിറ്റോസിൻ ഈസ് എന്താണ്? നാനോ പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. ഒരു നാനോ പെപ്റ്റൈഡ് ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ദ വൈറ്റമിൻസ് പ്രസന്റ് ഇൻ ഓയിൽ ആൻഡ് ഫാറ്റ്. ഓയിലും ഫാറ്റിലും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, എയും ഡിയും. അഡക്ക് നമുക്കറിയാം അല്ലെ, ADEK ആണ് ഓയിലും ഫാറ്റിലും വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അൺസാച്ചുറേറ്റഡ് ആസിഡ്? അൺസാച്ചുറേറ്റഡ് ആസിഡ് ഏതാണ്? ലിനോലെനിക് ആസിഡ് ആണ്. ലിനോലെനിക് ആസിഡ് ആണ് എന്ത്? അതിലെങ്ങനെയാണ് എഴുതുക? ലിനോലെനിക് ആസിഡ് എന്ന് പറയുന്നത് C17 H31 COOH. ലിനോലെയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C17 H31 COOH ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് ദ ഐസോഇലക്ട്രിക് പോയിന്റ് ആൽഫ അമിനോ ആസിഡ്സ് ആർ പ്രസന്റ് ഇൻ. അപ്പൊ ഇത് മുമ്പേ ഒരു തവണ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഏതാണ്? ഒരു ജിറ്റർ അയോൺ ഫോർമാറ്റിൽ വരുന്നു. NH3+ CHR COO-. ഇത് അറ്റ് ഐസോ ഇലക്ട്രിക് പോയിന്റ് ആൽഫ അമിനോ ആസിഡ്സ് ആർ പ്രസന്റ് ആസ് NH3+ CHR COO-. അപ്പൊ ഇത്രയാണ് ബയോമോളിക്യൂൾസിന്റെ 100 ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 100 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ആയിട്ട് എന്താ പറയാ നമ്മുടെ നീറ്റിനോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്യാം. എക്സ്പ്ലനേഷൻ ഒരുപാട് വേണ്ടതല്ല ഇതിൽ, കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ആൻസേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഒരുപാട് എക്സ്പ്ലനേഷൻ തരാതിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.